സൗദി അറേബ്യയിൽ വാഹനാപകടത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ 4 പേർ മരിച്ചു. മലപ്പുറം വണ്ടൂർ സ്വദേശി ബിഷറാണ് മരിച്ചത്. ഇന്നലെ രാത്രി റിയാദിനടുത്തുള്ള ഖർജിലാണ് അപകടമുണ്ടായത്. ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജലീൽ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? എന്താണ് അപകടത്തിന് കാരണം? വിവരങ്ങൾ എന്താണ് ജലീൽ? റീജിത്ത്, സൗദിയിലെ റിയാദിൽ നിന്ന് 300 കിലോമീറ്റർ അകലെ ഹർജിനടുത്ത തിലം എന്ന സ്ഥലത്തായിരുന്നു അപകടം. ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിക്ക് മലയാളി ഉൾപ്പെടെയുള്ള സംഘം സഞ്ചരിച്ച ഹൈലക്സ് പിക്കപ്പ് വാഹനം ഒരു ട്രെയിലറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അപകടത്തിൽ 3 സുഡാനികളും ഒരു മലയാളിയുമാണ് മരിച്ചത്. മലപ്പുറം വാണിയമ്പലം വണ്ടൂർ വാണിയമ്പലം കാരാടിനടുത്ത പാലമടം സ്വദേശിയായ മോയിക്കൽ ബഷീർ ആണ് മരിച്ച മലയാളി. 29 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. സൗദി ലാബ് എന്ന സ്വകാര്യ സർവേ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ഈ ബഷീർ. മോയിക്കൽ ഉമർ സൽമത്ത് ദമ്പതികളുടെ മകനാണ്. പിതാവ് ഉമർ മരിച്ച മകന്റെ കൂടെ തന്നെ സൗദിയിൽ ജോലി ചെയ്യുന്നുണ്ട്. മാതാവും ഇപ്പോൾ വിശുദ്ധ വിസയിൽ സൗദിയിലുണ്ട്. മൃതദേഹം ദിലം ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മൃതദേഹം ബന്ധുക്കളുടെ തീരുമാനത്തിനനുസരിച്ച് മറവ് ചെയ്യും. നടപടിക്രമങ്ങൾക്കായി ബന്ധുക്കളും അതോടൊപ്പം തന്നെ ജോലി ചെയ്യുന്ന കമ്പനിയും പൊതുപ്രവർത്തകരുമെല്ലാം രംഗത്തുണ്ട്. റിയാദ് ഹൂട്ട റോഡിൽ ഖർജിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ അകലെയാണ് ഈ അപകടം നടന്ന സ്ഥലമുള്ളത്. ശരി, ജലീൽ കണ്ണമംഗലം വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഒരു മലയാളി ഉൾപ്പെടെ 4 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. സൗദി അറേബ്യയിൽ വാഹനാപകടത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ 4 പേർക്ക് ദാരുണാന്ത്യം.